ഹലോ നമസ്കാരം സൈയാർട്സ് ആണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഷേപ്പ് എലമെൻറ്റ്സ് അനിമേഷനെ കുറിച്ചാണ്. ഒരു ചെറിയൊരു ടിപ്സാണ്. ഷേപ്പ് അനിമേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് കണ്ട് ഇതാണ് കണ്ടോ. ഷേപ്പ് എലമെൻറ്റ്സ് അനിമേഷൻ എന്ന് പറയുന്നത് ഈ ടൈപ്പ് അനിമേഷൻസ് ഒക്കെയാണ്. ഇത് നമുക്ക് ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു അനിമേഷൻസ് ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു പുതിയ കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ ടൂൾസിൽ വന്നിട്ട് നമുക്ക് ഷേപ്പ്സുകളുണ്ടല്ലോ, റെക്റ്റാങ്കിൾ ടൂൾ, പോളിഗൺ, റൗണ്ട്. അവിടെ പോളിഗൺ ടൂൾ എടുക്കുക. പോളിഗൺ ടൂൾ എടുത്തതിന് ശേഷം അവിടെ ഫില്ല് ജസ്റ്റ് എന്ത് ചെയ്യുക, നൺ കൊടുക്കുക. ഓക്കെ, സ്ട്രോക്കിൽ പോയിട്ട് ഞാൻ സോളിഡ് കളറാക്കുന്നു. ഞാനൊരു 10 പിക്സൽസ് കൊടുക്കുന്നു. അതിനുശേഷം അപ്പോൾ സ്ക്രീനിൽ നമുക്കൊരു ടൈറ്റിൽ സേഫ് ആക്ഷൻ ഒരു ഔട്ടർ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അതവിടെ ജസ്റ്റ് ടൈറ്റിൽ സേവ് ആക്ഷൻ ജസ്റ്റ് ഹൈഡായിരിക്കും. ജസ്റ്റ് എന്ത് ചെയ്യുക, ഷോ ആക്കി കൊടുക്കുക. കൊടുത്തതിന് ശേഷം ഇതിൻ്റെ സെൻറ്ററിൽ നിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഷേപ്സിനെ വരയ്ക്കുക. കണ്ടോ, ഷേപ്സിനെ വരച്ച് നിർത്തുക. നിർത്തിയതിന് ശേഷം നമുക്കിവിടെ ടൈം ലൈനിൽ ഷേപ്സ് ലെയറിനകത്ത് കണ്ട പോളി സ്റ്റാർ എന്ന് പറഞ്ഞ ഒരു ടൈറ്റിൽ കാണാം. അതിനകത്ത് കയറിയിട്ട് പോളി സ്റ്റാർ പാത്ത് എടുത്തിട്ട് അവിടെ പോയിൻറ്റ്സ് നമുക്ക് എത്ര പോയിൻറ്റ്സ് ആണോ വേണ്ടത് നമുക്കത് കൊടുക്കാം. ഞാനൊരു 100 കൊടുക്കുമ്പോഴത്തേക്ക് കറക്റ്റ് ഒരു സർക്കിൾ ലെവലിലേക്ക് മാറി. ഇനി അവിടെ ഔട്ടർ റേഡിയസ് കുറച്ചും കൂടെ വലുതാക്കണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ലാർജ് ചെയ്യാം. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മുടെ കണ്ടൻറ്റ് സെലക്ട് ചെയ്യുക. നമ്മൾ കണ്ടൻറ്റിനകത്താണ് ഈ പോളിസ്റ്റാർ കിടക്കുന്നത്. കണ്ടോ, കണ്ടൻറ്റോ ഹൈഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ പോളിസ്റ്റാർ കിട്ടത്തില്ല. കണ്ടൻറ്റ് ഷോ ചെയ്യുമ്പോഴത്തേക്ക് പോളിസ്റ്റാർ ഉണ്ട്. പോളിസ്റ്റാറിനകത്താണ് നമ്മൾ പോളിസ്റ്റാർ പാത്ത് അഡ്ജസ്റ്റ് ചെയ്തത്. ഇനി കണ്ടൻറ്റ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ആഡ് കിടക്കുന്നുണ്ടോ, ഇവിടെ ആഡിൽ വന്നിട്ട് ട്രിം പാത്ത് ഓപ്ഷൻ എടുക്കുക. അപ്പോൾ ട്രിം പാത്ത് ഓപ്ഷനകത്ത് പോവുക. കണ്ടോ, ട്രിം പാത്ത് ഓപ്ഷനകത്ത് പോയിട്ട് സ്റ്റാർട്ട്, എൻഡ്, ഓഫ്സെറ്റ്. ഇപ്പോൾ സ്റ്റാർട്ട് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെ അനിമേഷൻ നടക്കുന്നത്. കണ്ടോ, അപ്പം എൻഡ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെയാണ് അനിമേഷൻ നടക്കുന്നത്. അതിന് ഓഫ്സെറ്റ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെയാണ് അനിമേഷൻ നടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതെല്ലാം വാല്യൂ 0 കൊടുക്കാം. എല്ലാ വാല്യൂയും 0 കൊടുത്തിട്ട് സ്റ്റാർട്ട് ഫ്രെയിമിൽ കൊണ്ടുവന്നിട്ട് ഇതിനെല്ലാം കീ കൊടുക്കുക. കീ കൊടുത്തിട്ട് ഒരു 2 സെക്കൻഡ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് 100 ഓഫ്സെറ്റ് ഒരു 90 ഡിഗ്രിയും കൊടുക്കുക. സ്റ്റാർട്ട് കീയും ഓഫ്സെറ്റ് കീയും സെലക്ട് ചെയ്യാം. എന്നിട്ട് കുറച്ച് മുന്നോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ കീ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. കീ ഫ്രെയിം അസിസ്റ്റൻറ്റിനകത്ത് പോയിട്ട് ഈസ് കൊടുക്കുക. ഇനി ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് നോക്കുക. കണ്ടോ, പ്ലേ ചെയ്താൽ പറയാൻ പറ്റും. കണ്ടോ, നമ്മൾ അനിമേഷൻ വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ടൈമിംഗ് എല്ലാം കറക്റ്റാണ്. ഇനി ഞാൻ ജസ്റ്റ് ഇവിടെ കൊണ്ടുവച്ചിട്ട് വീണ്ടും നമ്മളെ കണ്ടൻറ്റിനെ സെലക്ട് ചെയ്യുക. കണ്ടൻറ്റ് ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ടേ നമ്മൾ എന്ത് ചെയ്യാവും, ആഡ് കൊടുക്കാവും. ഇല്ലെങ്കിൽ നമ്മൾ ആ ട്രിം പാത്തിനകത്തോ അല്ലെങ്കിൽ പോളിസ്റ്റാറിനകത്തായിരിക്കും നമ്മൾ കൊടുക്കുന്ന അഡീഷണൽ വരുന്ന എഫക്ട്സ് അപ്ലൈ ആവുന്നത്. അതുകൊണ്ടാണ് കണ്ടൻറ്റ് സെലക്ട് ചെയ്തിട്ട് ആഡിൽ പോയിട്ട് റിപ്പീറ്റർ കൊടുക്കുക. അപ്പോൾ റിപ്പീറ്റർ വന്നിട്ടുണ്ട്. കണ്ടോ, എല്ലാം സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. പോളിസ്റ്റാർ, ട്രിം പാത്ത്, റിപ്പീറ്ററിനകത്ത് പോയിട്ട് കോപ്പീസിൻ്റെ എണ്ണം കൊടുക്കുക. അതിനുശേഷം തൊട്ട് താഴോട്ട് വരുമ്പോൾ ട്രാൻസ്ഫോം റിപ്പീറ്റർ അതിനകത്ത് പോയിട്ട് അവിടെ പൊസിഷൻ കണ്ടോ, നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. പൊസിഷൻ എങ്ങോട്ട് വേണമെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ 0 വാല്യൂ എടുത്തു കഴിഞ്ഞാൽ ആ ഔട്ടറിൽ തന്നെ എല്ലാ കോപ്പീസും ഉണ്ട്. അതിനുശേഷം ജസ്റ്റ് എന്ത് ചെയ്യുക, സ്കെയിൽ അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അനിമേഷൻ നടക്കുന്നത് ഇങ്ങനെയാണ്. കണ്ടോ, ഇങ്ങനെ ഒരു അനിമേഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ വന്നിട്ട് റൊട്ടേഷൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. കണ്ടോ, നമുക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് കൊടുത്തു. അപ്പോൾ എനിക്ക് അനിമേഷൻ നടക്കുന്നത് ഈ ഒരു സ്റ്റൈലിൽ. കണ്ടോ, ഇനി റൊട്ടേഷൻ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തിയിട്ട് ഈ റിപ്പീറ്റർ സെലക്ട് ചെയ്യുക. ഡ്യൂപ്ലിക്കേറ്റ് എഡിറ്റിൽ പോയിട്ട് എവിടെ ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക. അതിൽ പോയിട്ട് നമ്മുടെ ട്രാൻസ്ഫോം റിപ്പീറ്റർ പോയിട്ട് ജസ്റ്റ് സ്കെയിൽ ഒന്നും കൂടെ അഡ്ജസ്റ്റ് ചെയ്യുക. റൊട്ടേഷൻ ഒന്നും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അനിമേഷൻ ഓക്കെ. ഇനി ഇത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് നമ്മളിവിടെ വന്നിട്ട് ഫില്ലർ ഉണ്ടല്ലോ, ജസ്റ്റ് ഫില്ല് എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഫില്ല് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ജസ്റ്റ് കളർ, ഇഷ്ടമുള്ള കളർ നമുക്ക് ആഡ് ചെയ്യാം. കളർ കൊടുക്കുക.
ജസ്റ്റ് ഇത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, സ്റ്റൈലൈസ് ഗ്ലോ ആൻഡ് റേഡിയസ് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്കത് എവിടെയാണ് തീരുന്നത് വെച്ചാൽ അവിടെ നിർത്തിക്കൊണ്ട് തന്നെ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. ഷിഫ്റ്റ് കൺട്രോൾ ഡി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലെയറിനെ സ്പ്ലിറ്റ് ചെയ്യാം. അതിനുശേഷം ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക, കൺട്രോൾ ഡി, ലെയർ സെലക്ട് ചെയ്തിട്ട് എഡിറ്റിൽ ഡ്യൂപ്ലിക്കേറ്റ് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഇവിടെ കൊണ്ടുവച്ചതിന് ശേഷം ആ ലെയറിനകത്ത് പോയിട്ട് കണ്ടൻറ്റിനകത്ത് പോളിസ്റ്റാറിനകത്ത് പോയിട്ട് പോളിസ്റ്റാർ പാത്ത് എടുത്ത് അതിൻ്റെ പോയിൻറ്റ്സ് നമുക്ക് കുറച്ച് കൊടുക്കാം. അപ്പോൾ എനിക്ക് അനിമേഷൻ വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്, കണ്ടോ? അപ്പം ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം, നമുക്ക് ഇഷ്ടമുള്ള കളറിലേക്ക് നമുക്ക് കൊണ്ടുവരാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് അനിമേഷൻ ഇങ്ങനെ വർക്ക് ചെയ്തു, രണ്ടാമത്തെ അനിമേഷൻ ഇങ്ങനെയും നമുക്ക് അനിമേറ്റ് ചെയ്യാൻ പറ്റി. അപ്പം നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്യാം. അതിപ്പോൾ അതനുസരിച്ച് അനിമേറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ അതനുസരിച്ച് ആ പോയിൻറ്റ്സ് മാറ്റുന്നതനുസരിച്ച് നമുക്ക് അതിൻ്റെ ഷേപ്സുകളും അങ്ങനെ മാറും. നമുക്ക് പല ടൈപ്പ് അനിമേഷൻസ്, ഷേപ്സ്, എലമെൻറ്റ്സ് അനിമേഷൻസ് നമുക്ക് കിട്ടും. അപ്പം ഈ ടിപ്സ് മനസ്സിലായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.